കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൽജീവൻ മിഷന്റെ നടത്തിപ്പിൽ സംസ്ഥാനത്തിന് ഗുരുതര പിഴവ്. നിലവിലെ കുടിവെള്ള സ്രോതസ് മെച്ചപ്പെടുത്താതെയും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താതെയുമാണ് പുതിയ കണക്ഷനുകൾ നൽകുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ ശുദ്ധജല കണക്ഷൻ ഉറപ്പാക്കുന്ന ജലജീവൻ മിഷന്റെ നടത്തിപ്പിലാണ് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം. നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകൾ മെച്ചപ്പെടുത്താതെയാണ് പുതിയ കണക്ഷനുകൾ നൽകുന്നത്. ഇങ്ങനെ ചെയ്താൽ പദ്ധതി കൊണ്ട് കേന്ദ്രം ഉദ്ദേശിക്കുന്ന ഗുണം സംസ്ഥാനത്ത് ലഭ്യമാകാനിടയില്ല. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ 24 ലക്ഷം പുതിയ വാട്ടർ കണക്ഷനുകൾ നൽകിയതോടെ കുടിവെള്ളത്തിനായി പൊതുജനങ്ങൾ നെട്ടോട്ടമോടുകയാണെന്ന് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി P. പ്രദീപ് പറഞ്ഞു. 2019 ശേഷം പ്രഖ്യാപിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജലജീവൻ മിഷൻ പദ്ധതി. 2019 പ്രഖ്യാപിക്കുമ്പോൾ 17 ലക്ഷം ഉപഭോക്താക്കളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്നത് 41 ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നിലവിലുള്ള ജലലഭ്യത ഉറപ്പുവരുത്താതെ പുതിയ കണക്ഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു സ്ഥാപനത്തിൽ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം വെള്ളമില്ലാതെ ഇപ്പോൾ ഇന്ന് നിലവിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കണക്ഷൻ ഉപേക്ഷിച്ച് തിരിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. പുതിയ നിലവിലുള്ള ജലലഭ്യത മെച്ചപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും കേരള വാട്ടർ അതോറിറ്റിയുടെ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പുതിയ കണക്ഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർമേറിയ സമ്മർദ്ദമാണ്. ഇത് വാട്ടർ അതോറിറ്റിയുടെ സംവിധാനത്തെ തന്നെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും. 2020-21 4,44,064 കണക്ഷനുകളും 2021-22 6,63,874 കണക്ഷനുകളും 22-23 5,29,487 കണക്ഷനുകളും 23-24 3,03,158 കണക്ഷനുകളും പദ്ധതി പ്രകാരം നൽകിയിട്ടുണ്ടെന്നാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഡാഷ്ബോർഡ് വ്യക്തമാക്കുന്നത്. പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് BMS ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം.